നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരൂ, ഇങ്ങോട്ടേക്ക് വരൂ. നിങ്ങൾക്കറിയില്ലേ, ഈ ക്ലബ്ബ് നിങ്ങളെ സ്നേഹിക്കുന്നു, ഇവിടെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നു. അത് ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിച്ച സമയത്ത് തൻ്റെ പ്രതികരണം ഇതായിരുന്നു: നെയ്മറോട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു റാഫീഞ്ഞയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ഞാൻ ആ ഒരു റൂമറിൻ്റെ സമയത്ത് ഒരുപാട് വാർത്തകൾ നെയ്മർ ബാഴ്സലോണയിലേക്ക് തിരികെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന സമയത്ത് നെയ്മറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കമോൺ, നിങ്ങൾക്ക് അറിയില്ലേ ക്ലബ്ബ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്, ഫാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. അതുപോലെ നിങ്ങൾ വന്നാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ആ കാര്യത്തിൽ സംശയം വേണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇൻ ദി എൻഡ് അത് ഞാനോ അദ്ദേഹമോ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്നാണ് റാഫീഞ്ഞ പറയുന്നത്. പക്ഷേ റാഫീഞ്ഞയ്ക്ക് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ബാഴ്സലോണയിലേക്ക് എത്തണമെന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളയാളാണ് റാഫീഞ്ഞ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണ്? നെയ്മർ ബാഴ്സലോണയിലേക്ക് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ജനുവരിയിലൊക്കെ പ്രചരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ സാധ്യത വളരെ 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 മങ്ങിയിട്ടുണ്ട്. കാരണം പരിക്കിന്മേൽ പരിക്ക്, അതാണ് നെയ്മറുടെ അവസ്ഥ. ഇഞ്ചുറി കഴിഞ്ഞ് മടങ്ങി വന്ന് അൽ ഹിലാൽ വിട്ട് സാൻഡോസിലെത്തിയിട്ട് എന്താ സംഭവിച്ചത്? പരിക്കിന്മേൽ പരിക്കുമൊക്കെയായിട്ട് അദ്ദേഹം വല്ലാതെ വലയുന്നു. അത്തരമൊരു താരത്തെ കൊണ്ടുപോകാൻ എന്തായാലും ബാഴ്സ എന്നല്ല മറ്റേതെങ്കിലും വമ്പൻ ടീമുകൾ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.